അപ്പോൾ അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കടലിൽ പെട്ട് കഴിഞ്ഞാൽ, തിരയിൽ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെട്ടു വരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ രാജു പറഞ്ഞുതരും. പിന്നെ വെള്ളത്തിൽ ഇറങ്ങി തന്നെ കാണിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവൻ പോയത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. Awake alone and I need you now. The spark is gone. ബീച്ചിലൊക്കെ നമ്മുടെ അഴുത്തല ബീച്ചിൽ വരുന്ന ആൾക്കാർ അബദ്ധത്തിൽ തിരയിൽ പെട്ടുപോയാൽ, അതായത് പെട്ടെന്ന് കടലിൽ കുളിക്കാനെല്ലാം ഇറങ്ങുമ്പോൾ തിരയിൽ പെട്ടുപോയാൽ രക്ഷപ്പെട്ട് വരാനുള്ള കുറേ മാർഗങ്ങളില്ലേ, അതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? തിരയിൽപ്പെട്ട അതായത് നമുക്ക് ആദ്യം ഫസ്റ്റിൽ വേണ്ടത് മനോധൈര്യം. നമ്മളെ മനസ്സാണ് നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അതാ ഒഴുക്കിൽ പെട്ടുപോയാൽ, നീരുവാറിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ ദൂരേക്ക് ഒഴുകിപ്പോകും. അന്നേരം നമ്മൾ മനസ്സ് നല്ല ധൈര്യത്തോടെ ഇരുന്നിട്ട് അനങ്ങാണ്ട് കിടക്കുക. അനങ്ങാണ്ട്, അഥവാ കുറച്ച് ദൂരമാണ് പോകുന്നുണ്ടെങ്കിൽ ഒഴുക്കിനെതിരെ നമ്മൾ ഒരിക്കലും നീന്തി വരരുത്. അത് നമ്മളെ മരണത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകൂ. മരണത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകൂ. നമ്മൾക്ക് ഒഴുക്കിൽ നേരെ പടിഞ്ഞാറോട്ടാണ് ഒഴുക്ക് പോകുന്നതെങ്കിൽ ഒന്നുകിൽ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ നീന്തി ആ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ കടലിൽ നിന്ന് നമ്മൾ പിന്നെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒഴുക്കുകൾ നമുക്ക് എത്ര അടി ഒഴുക്കുണ്ട് കടലിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. കടലിനെ കുറിച്ച് അറിയാത്തവര് കടലിൽ ഇറങ്ങാതിരിക്കുക, എത്രയും നല്ലത്. കടലിൽ ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ കുഴി ഉണ്ടാവും, നല്ല കുഴിയായിരിക്കും. ആ കുഴിയിൽ പെട്ട നീന്താൻ അറിയാത്തവര് അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മനസ്സ് ധൈര്യം വേണം. പെട്ടെന്ന് ആ കുഴിയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മനോധൈര്യം നഷ്ടപ്പെടും. പിന്നെ നമുക്ക് നീന്താൻ കഴിയില്ല, കൈകാലുകൾ തളരും. ആ കൈകാൽ തരുമ്പോൾ നമുക്ക് നീന്താനൊന്നും കഴിയില്ല. അതിൽ പെട്ട് നമ്മൾ അരക്കോളം വെള്ളത്തിൽ തന്നെ നമ്മൾ ഇതായി കാണും. പിന്നെ ഒരിക്കലും നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരിക്കലും കടലിൽ ഇറങ്ങാതിരിക്കുക. ബാക്കി ഞാൻ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത്, എനിക്ക് അറിയാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Just hold me for the night, for the night. We can see what still is. Love is hard to find, hard to find. Can we wait till we see the ആ തിരയില് നീന്തുന്നൊന്ന് കാണിച്ചു കൊടുത്തേട്ടാ, തിരയിൽ പെട്ടാല്. ഇപ്പതാ നമ്മുടെ ഏട്ടനാണ് വേണ്ട എല്ലാ സുരക്ഷാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് ഞങ്ങൾ കടലിൽ ഇറങ്ങുന്നത്. ദയവേത് ഇത് ആരും അനുകരിക്കരുത്. ഇവരെല്ലാം ഇത് ജനിച്ചപ്പം മുതൽ, അതായത് വളർന്നു വന്ന കാലം മുതൽ കടലായിട്ട് പണിയെടുത്തിട്ടും അല്ലാണ്ടും ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ ദയവേത് ഇത് അനുകരിക്കാണ്ടിരിക്കുക. അതേണ്ട കടൽ വരുമ്പോൾ അതിൻ്റെ അടിയിലേക്കൂടെ ഇറങ്ങിപ്പോയി. ഇത് അവരുടെ ധൈര്യം വേണം. മനസ്സിൽ ഒരിക്കലും ധൈര്യം കൈവിടാൻ പറ്റില്ല കേട്ടോ. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നീന്തി വരുന്നതെല്ലാം ഇവർ കാണിച്ചു തരും. ഇത് ബീച്ചിൽ വന്ന് തിരയിൽ അകപ്പെട്ട് പോയാൽ, അബദ്ധത്തിൽ അകപ്പെട്ട് പോയാൽ രക്ഷപ്പെട്ട് വരാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ആഴെത്താത്ത സ്ഥലത്തെത്തി. ഇപ്പൊ നീന്തി വരുന്നത് കണ്ടോ, തിരമാല വരുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, കണ്ടോ പുള്ളി തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ടോ, ആ കടലിൽ പിടിച്ച് നീന്തി വരും കണ്ടോ. ഇതാ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട്. ഇപ്പൊ നോക്കി, ഒരു കടലിൽ തന്നെ പുള്ളി എത്ര അടുത്തെത്തി നോക്കി. അതിനടുത്ത കടലിൽ കാത്തു അടുത്ത കടൽ പിടിച്ച് നീന്തി വരും. ഇങ്ങനെയാണ് കടലിന് തിരമാലയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് വരേണ്ടത് കണ്ടോ. ഇപ്പൊ അവിടെ ആഴത്താത്ത അവസ്ഥയായി. പിന്നെ അടുത്ത കടൽ പിടിക്കും. ആഴത്താത്ത അവസ്ഥ. രാജീവനൊപ്പം ഇറങ്ങിയത് നല്ല അടിയൊഴുക്കുള്ള സ്ഥലത്താണ്. അതായത് ആദ്യമായിട്ട് പോകുന്ന ആളാണെങ്കിൽ ഇപ്പോ തിരമാലയിൽ പോയിട്ട് അങ്ങ് പുറത്തേക്ക് നീന്തി ഇറങ്ങി ഒഴുകി പോയിട്ടുണ്ടാവും. ഒഴുക്കിന് അനുകൂലമായി നീന്തി മാറിയെന്ന് വിളി. ഇപ്പൊ ഒരുപാട് ദൂരത്തായി കടൽ. ഇനി അതിൽ നിന്ന് കയറി വരുന്നത് എങ്ങനെയാണ് കാണിച്ചു തരും. ഇപ്പൊ എന്താ നമ്മൾ കടൽ ഒഴുക്കിൽ പെടുക എന്ന് പറയുന്നില്ലേ,
പുള്ളി ഒഴുക്കിലായില്ല, ശരിക്കും നീർക്കുത്ത്. അതിൽ പെട്ട് കഴിഞ്ഞാൽ അറിയാത്തവരാണെങ്കിൽ അങ്ങ് ഒഴുകി പുറത്തു പോകും, പുറംകടലിലേക്ക് പോകും. ഇനി എപ്പോഴെങ്കിലും അബദ്ധവശാൽ ഒഴുക്കിൽപ്പെടുകയോ ഇതേപോലെ കടലിലകപ്പെട്ടു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഒഴുക്കിനെതിരായി നീന്തുകയോ കരക്ക് കയറി വരാൻ ചെയ്യുകയോ ശ്രമിക്കരുത്. കാരണം ഒഴുക്കിനെതിരെ നീന്തുകയും നമ്മൾ കൈകാലുകൾ തളരുകയും നമ്മൾ വീണ്ടും കടലിൽ തന്നെ ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ഒഴുക്കിന് അനുകൂലമായി തന്നെ നീന്തി അതിൽ കൂടി കറങ്ങി ഒഴുക്ക് എങ്ങനെയാണോ പോകുന്നത് അതേപോലെ കറങ്ങി കരയിൽ പോവുക, അല്ലെങ്കിൽ ഒഴുക്കിന് രണ്ട് വശങ്ങളിലായി നീന്തി നമുക്ക് വീണ്ടും കരയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും മനോധൈര്യം കൈവിടാതിരിക്കുക. ഞാൻ ഫസ്റ്റ് മുതലേ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരമാവധി കടലിലിറങ്ങാതിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കടൽ കാണുക, ആസ്വദിക്കുക, സൂര്യാസ്തമയം കാണുക, അതുപോലെ കഴിഞ്ഞ് സമാധാനത്തോടെ കുടുംബത്തോടെ വീട്ടിലേക്ക് പോകാൻ എല്ലാവരും ശ്രമിക്കണം. കാരണം വീണ്ടും വീണ്ടും പറയുന്നത് കടൽ അപകടമുണ്ടാക്കും. അത് എന്താ പറയണ്ടേ, നമുക്ക് അനുഭവിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മ അതായത് ബീച്ച് എല്ലാ ബീച്ചിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇവിടെ ഈ നാട്ടിൽ ഞങ്ങളുടെ സൈക്കിളപ്പുറ ഏരിയയിൽ, അതായത് അടുത്തുള്ള ബീച്ചിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അഥവാ കടലിൽ വീട് പോയി കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം കയറി വരണം, എങ്ങനെയെല്ലാം നീന്തണം, ഒഴുക്കിൽ പെട്ടാൽ എങ്ങനെ നീന്തണം, അല്ലാത്ത സമയത്ത് എങ്ങനെ വരണം, എല്ലാം ഇപ്പോൾ രാജുവേട്ടനെ ഇറങ്ങി കാണിച്ചു തരും. അപ്പൊ അത് പിന്നെ വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് അത് പറഞ്ഞു അതൊക്കെ പറഞ്ഞു. പിന്നെ ബീച്ചിൽ വരുന്ന ടൂറിസ്റ്റുകളോട് അറിയാം, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുത്തെ ഈ ബീച്ചിൽ വന്നാൽ സൂര്യാസ്തമനം കാണാം. നിങ്ങൾ കടലിലോട്ട് ഒരിക്കലും ഇറങ്ങരുത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇറങ്ങി തന്നെ എനിക്ക് കടലിൽ നിങ്ങൾ കാണിച്ചു തന്നാണ് ഞാൻ, പക്ഷെ എനിക്ക് കടലിറങ്ങിയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അടിയൊഴുക്ക് എന്ന് വെച്ചാൽ നല്ല ശക്തമായ പടിഞ്ഞാറോട്ട് ശക്തമായ അടിയൊഴുക്കാണ്. ഞാൻ ഈ കടലിൽ വർഷങ്ങളോളം കളിക്കുന്നതാണ്, എന്നിട്ടും എനിക്കും ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നീന്താൻ അറിയാത്തവരുണ്ടാവും, ചിലപ്പോൾ കായലിൽ നീന്തിയവരുണ്ടാവും, പക്ഷെ കടലിനോട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സൂക്ഷിക്കുക. ഇനി നിങ്ങൾ ബീച്ചിലേക്ക് വന്നാൽ കടലിൽ ഇറങ്ങാതിരിക്കുക, പരമാവധി ഇറങ്ങാതിരിക്കുക. അതായത് എനിക്ക് പറയാനുള്ളത്, കടലിൽ വരിക, കടപ്പുറത്ത് വരിക, കടലിൽ കാണാം, സൂര്യാസ്തമയം കാണാം, ബാക്കിയുള്ള കാര്യങ്ങൾ ആസ്വദിക്കാം. ദയവേത് നമ്മുടെ കുടുംബത്തിന്റെ ആൾക്കാരുടെയും ജനങ്ങളുടെയും കൂടെ നമ്മുടെ ജീവനും കയ്യിൽ പിടിച്ച് പരമാവധി തിരിച്ചു പോകാൻ ആരും, ഇവിടെ കോസ്റ്റൽ പോലീസും കോസ്റ്റൽ വാർഡന്മാരും എല്ലാവരും ഉണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാം. ആരും കടലിൽ ഇറങ്ങാതിരിക്കാം. നമ്മുടെ ജീവൻ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ജനങ്ങൾക്കും എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ജീവൻ വെച്ച് പണയം വെച്ച് ആരും കളിക്കാതിരിക്കും. ഓക്കെ.